ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ വിശേഷമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നല്ല കണ്ടംപററി ഡിസൈൻ വരുന്ന മനോഹരമായ ഒരു വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. 4 സെൻറ്റ് ലാൻഡിൽ 1400 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമും 3 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായ വീടാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എൻ്റെ ലൊക്കേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് പൊറ്റയിലാണ് ഇത് വരുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ തിരുമലയ്ക്ക് സമീപം പൊറ്റയിൽ എന്നുള്ള സ്ഥലത്താണ് നമുക്കിത് ഇത് വന്നിരിക്കുന്നത്. പൊറ്റയിലോട്ട് നമുക്ക് കറക്റ്റ് അക്സസ്മെൻറ്റ് നമുക്ക് ഒരു 3-4 സ്ഥലത്തു നിന്ന് നമുക്ക് അക്സസ്മെൻറ്റ് വരുന്നുണ്ട്. തിരുമലയിൽ നമുക്ക് വരാം, തച്ചോട്ടാവിൽ നിന്ന് നമുക്ക് വരാം. അതുപോലെ തന്നെ നമുക്ക് പാപ്പനംകോടിൽ നിന്ന് നമുക്ക് വരാൻ പറ്റുന്ന ഒരു റൂട്ട് നമുക്ക് പൊറ്റയിലുണ്ട്. ബസ് റൂട്ടിൽ നിന്ന് വെറും 75 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമുക്ക് ഈ വീട് വരുന്നത്. അപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ ഫ്രണ്ടിലൊക്കെ നമുക്ക് വോൾട്ടൈലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഒരു സൈഡ് നമുക്ക് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, അതിനെ മനോഹരമാക്കുവാനായിട്ട് കുറച്ച് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും അട്രാക്ഷൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഇരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ വില്ലാസും കാര്യങ്ങളൊക്കെ പണി ചെയ്തു വരുന്ന ഏരിയയിൽ തന്നെയാണ് ഈ വീട് നമുക്ക് സ്ഥിതി ചെയ്തിരിക്കുന്നത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വരുന്നത്. വീടിൻ്റെ ഫ്രണ്ടേജ് നോക്കുവാണെങ്കിൽ നമുക്ക് ടാറിട്ട ഫ്രണ്ടേജാണ്. 5 മീറ്റർ വീതിയുള്ള നല്ല മനോഹരമായൊരു ടാറിട്ട ഫ്രണ്ടേജ് നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. സൈലൻറ്റ് ഏരിയയിൽ നമുക്കൊരു വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കസ്റ്റമറിന് ബെറ്റർ ഓപ്ഷൻ ആയിട്ടാണ് നമുക്ക് ഈ ഒരു വീട് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല അയൽവാസികളും ഒരുപാട് ആൾക്കാരും ഒരുമിച്ച് താമസിക്കുന്ന കമ്മ്യൂണിറ്റി ഏരിയയിൽ തന്നെയാണ് ഈ വീടുള്ളത്. അതുപോലെ തന്നെ സൈലൻറ്റ് ഏരിയയിൽ തന്നെയാണ് ഈ വീട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസോട് നമുക്ക് കടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീട് 4 സെൻറ്റ് ലാൻഡിലാണ് പണിതിട്ടുള്ളത്. 1400 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 ബെഡ്റൂമാണ് ഈ വീടിൻ്റെ ഫ്ലോർ പ്ലാനിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസോട് നമുക്ക് കിടക്കാം. കാണുന്നത് പോലെ തന്നെ ഫ്രണ്ടിൽ ഇൻ്റർലോക്ക് ചെയ്താണ് വീടിൻ്റെ ഫ്രണ്ടേജ് മൊത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 2 കാർ വരെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഈ ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ ഒരു കാർ ഇവിടെ നിർത്താൻ പറ്റുന്ന രീതിയിൽ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കാർ പാർക്കിംഗ് കവർ കാര്യം ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് സിറ്റ് ഔട്ട്. 4x4 ഡയമെൻഷൻ വരുന്ന ഒരു സിറ്റ് ഔട്ടാണ് വീടിന് നൽകിയിട്ടുള്ളത്. ഫാൻസി ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് സിറ്റ് ഔട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. വെരിഫൈഡ് ടൈൽസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഫ്രണ്ട് സിറ്റ് ഔട്ടെല്ലാം ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ വരുന്നത്. നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ഫ്രണ്ട് ഡോറിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഡോർ മുഴുവൻ ചെയ്തിരിക്കുന്നത് പ്ലാവിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിറ്റ് ഔട്ടിൽ നിന്ന് നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാം. ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ലിവിങ് ഏരിയ നമുക്ക് വന്നിട്ടുള്ളത്. 16x12 ഡയമെൻഷൻ വരുന്ന ഒരു ഹാളാണ് ഇവിടെ നമുക്ക് വീടിനായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു TV യൂണിറ്റ് ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് TV യൂണിറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു 60-70 ഇഞ്ച് TV ഒക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് TV യൂണിറ്റിൽ ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ ഒരു ബോക്സ് മോഡലായിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റോറേജ് സ്പേസ് പോലെ തന്നെയാണ് ഈ ഒരു ഏരിയ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് നമുക്ക് ഫോൾ സീലിംഗ് വർക്കിന് വേണ്ടിയിട്ട് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് വാഷ് കൗണ്ടർ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന് മുന്നേ നമുക്ക് ലിവിങ് ഏരിയയിൽ നിന്നൊരു ചെറിയ പാർട്ടീഷൻ നൽകിക്കൊണ്ട് തന്നെയാണ് ആ ഒരു ഭാഗം വ്യത്യസ്തമാക്കിയിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും എല്ലാം ഡെക്കറേഷനായിട്ട് നൽകിയിട്ടുണ്ട്. ബാക്കിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ടച്ച് സ്ക്രീൻ മിററും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് വാഷ് കൗണ്ടർ ഏരിയയിൽ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് ഈ ഒരു വാഷ് കൗണ്ടർ ഏരിയ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ കിച്ചണിലോട്ട് പോകാം.
ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ കിച്ചൺ. 12x12 ഡയമെൻഷൻ. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ്, മാറ്റ് ഫിനിഷ് വരുന്ന ക്വാളിറ്റി ടൈൽസ് കാര്യങ്ങളാണ് കിച്ചണിൽ ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കിച്ചണെല്ലാം പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തുമായിട്ട് മുകളിൽ സ്റ്റോറേജ് സ്പേസൊക്കെ ഒരുപാട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. മുകളിലെയും താഴെയുമായിട്ട് ക്യാബിനറ്റ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മോഡുലാർ രീതിയിൽ തന്നെയാണ് കിച്ചണെല്ലാം പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. നമുക്കൊരു ചിമ്നിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കിച്ചൺ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീട് നമുക്ക് 3 BHK ആണ്, 3 ബെഡ്റൂം വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. 14x12 റൂമിൻ്റെ ഡയമെൻഷൻ. അത്യാവശ്യം നല്ല വിശാലമേറിയ റൂം തന്നെയാണ്. ഹാളിലും ഡൈനിങ് ഏരിയയിലും കണ്ടുവന്നതുപോലെ തന്നെയാണ് കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് ഈ ഭാഗത്ത്, പാറ്റേൺ രീതിയിലുള്ള ക്വാളിറ്റി ടൈൽസ് ഈ ഭാഗത്ത് നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് ആണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു വാർഡ്രോബ്സും ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഹീറ്ററിൻ്റെ ഒരു പോയിന്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് പ്ലാവിൻ്റെ തടിയിലാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു കൊത്തുപണിയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സൈഡിലായിട്ട് തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനൽ നമുക്ക് സ്റ്റെയറിൻ്റെ ഭാഗത്തുനിന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ഹാള്. 16x12 ഡയമെൻഷൻ. അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു ഏരിയ തന്നെയാണ്. ചെറിയൊരു TV യൂണിറ്റ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ തൂക്കിയിടാനുള്ള ഒരു സെറ്റപ്പും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. ഒരു ഹാള്, 2 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 12x10 റൂമിൻ്റെ ഡയമെൻഷൻ. ഫോൾ സീലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ചാനൽ ലൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വാർഡ്രോബ്സ് ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് ആണ് ഈ ഒരു ബെഡ്റൂം. ഹീറ്ററിൻ്റെ പോയിന്റ് ഉൾപ്പെടെ നമ്മളെല്ലാം ബാത്റൂമിൽ ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 16x12 റൂമിൻ്റെ ഡയമെൻഷൻ. നമ്മൾ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ് ഈ കാണുന്നത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഫ്ലോറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന ടൈൽസ് എല്ലാം തന്നെ കജേരയുടെ നല്ല ക്വാളിറ്റി പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളും തന്നെയാണ്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ്സും കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് പണിതിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് എല്ലാ ബെഡ്റൂമും കാണുന്നത് പോലെ തന്നെ ബാത്ത് അറ്റാച്ച്ഡാണ് ഈ ഒരു റൂമും. ഇവിടെ നമ്മൾ ക്വാളിറ്റി ബാത്റൂം ഫിറ്റിങ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ട് തന്നെ ചെറിയൊരു ഓപ്പൺ ബാൽക്കണി സ്പേസ് നമുക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു സ്പേസാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൈപ്പ് കണക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഔട്ടും കാര്യങ്ങളെല്ലാം വാഷിംഗ് മെഷീൻ വയ്ക്കുന്ന ഔട്ടും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും സ്പേസ് നമുക്ക് വാഷിംഗ് മെഷീൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നേരെ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോകാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി.
18x12 നമുക്ക് മെയിൻ ബാൽക്കണിയുടെ ഡയമെൻഷൻ വരുന്നത്. അത്യാവശ്യം നല്ല ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. ഹാൻഡിൽസ് ഒക്കെ തന്നെ സ്റ്റീലും അതുപോലെ തന്നെ നമുക്ക് ഗ്ലാസിൻ്റെ വർക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ഫുള്ള് നമുക്ക് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. ഈവനിങ്ങിലൊക്കെ നമുക്ക് ചെയറൊക്കെ ഇട്ടിരിക്കാനുള്ള സ്പേസ് നമുക്ക് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബാൽക്കണിയുടെ വ്യൂ വരുന്നത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് ടെറസിലോട്ട് പോകാനുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ട 4 സെൻറ്റിൽ 1400 സ്ക്വയർ ഫീറ്റിൽ പണിത 3 BHK വരുന്ന വീട് നമുക്ക് തികച്ചും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പണിതിട്ടുള്ളത്. വെറും 60 ലക്ഷം രൂപയാണ് നമുക്ക് ചോദിക്കുന്നത്. 60 ലക്ഷം രൂപ. അപ്പോൾ ഇത് നമുക്ക് തികച്ചും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിലും ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് കൊടുക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക.